എല്ലാവർക്കും പ്രഭാതവന്ദനങ്ങളെ അറിയിക്കുന്നു. ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 10-ാം വാക്യം. ഒരാണ്ട് കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും, അപ്പോൾ നിന്റെ ഭാര്യ സാറയ്ക്ക് ഒരു മകൻ ഉണ്ടാകും എന്ന് അവൻ പറഞ്ഞു. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 1-ാം വാക്യം. അനന്തരം യഹോവ താൻ അരുളിച്ചെയ്തിരുന്ന പോലെ സാറയെ സന്ദർശിച്ചു. താൻ വാഗ്ദത്തം ചെയ്തിരുന്നത് യഹോവ സാറയ്ക്ക് നിവർത്തിച്ച് കൊടുത്തു. അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോൾ അനേക വാഗ്ദത്തങ്ങൾ നൽകിയിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാഗ്ദത്തം, നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയാകും എന്ന് പറഞ്ഞാൽ അൺകൗണ്ടബിൾ ആയിരിക്കും, എന്നെ തിട്ടപ്പെടുത്താൻ കഴിയാത്തതായിരിക്കും. മറ്റൊരു വലിയ വാഗ്ദത്തം, ഐ വിൽ മേക്ക് യു എ ഗ്രേറ്റ് നേഷൻ, ഞാൻ നിന്നെ വലിയൊരു രാഷ്ട്രമാക്കും. അത് ദൈവം ചെയ്തു. അപ്പോൾ ഇങ്ങനെ അനവധി വാഗ്ദത്തങ്ങൾ കൊടുത്ത് അബ്രഹാമിനെ ദൈവം വിളിച്ച് വേർതിരിച്ചു. എന്നാൽ ഒരു മകനെ കൊടുക്കാം, സന്തതിയെ കൊടുക്കാം എന്ന് ദൈവം പറഞ്ഞിട്ട് ചില വർഷങ്ങൾ അബ്രഹാം അതിനുവേണ്ടി കാത്തിരിക്കേണ്ടി വന്നു. അതാണ് ഉൽപ്പത്തി 21-ൽ നാം വായിക്കുമ്പോൾ ദൈവം പറഞ്ഞ അവധിക്ക് ദൈവം സാറായിക്ക് അത് നിവർത്തിച്ചു കൊടുത്തു. അപ്പോൾ ദൈവം വാഗ്ദത്തം കൊടുത്തപ്പോൾ ഒരവധി വെച്ചിരുന്നു. അത് അബ്രഹാമിന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഇടയ്ക്ക് ഇസ്മായിൽ ജനിച്ചത്. ദൈവം നമ്മോട് പറയുന്ന വാഗ്ദത്തങ്ങൾക്ക് ദൈവം ഒരവധി വെച്ചിട്ടുണ്ട്. അത് പ്രവാചക പുസ്തകത്തിൽ നാം വായിക്കുന്നു. ദർശനത്തിന് അവൻ അവധി വെച്ചിരിക്കുന്നു. അത് അതിന്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. ജോസഫിനൊരു വാഗ്ദത്തം ദൈവം നൽകിയിട്ട് നീണ്ട 20-ൽ പരം വർഷങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കേണ്ടി വന്നു. എന്നാൽ ഇവിടെ അബ്രഹാമിന്റെ ജീവിതം നാം പഠിക്കുമ്പോൾ ഒരു ദിവസം വെയിൽ ഉറച്ചപ്പോൾ അബ്രഹാം കൂടാരവാതിക്കൽ ഇരിക്കുകയാണ്. 3 പുരുഷന്മാർ തന്റെ നേരെ കയറി വരുന്നത് അബ്രഹാം കണ്ടു. അബ്രഹാം ഓടിച്ചെന്നു, നിലം വരെ കുനിഞ്ഞു, അവരെ നമസ്കരിക്കുന്നു, അവരുടെ കാലുകളെ കഴുകാമെന്ന് പറയുന്നു, ഒരു മുറി അപ്പം കൊണ്ടുവന്ന് വിശപ്പടക്കിയിട്ട് പോകാമെന്ന് പറയുന്നു. അങ്ങനെ അവരെ വൃക്ഷച്ചുവട്ടിൽ സ്വീകരിച്ചിരുത്തി. അബ്രഹാം അവർക്ക് വേണ്ടി ആഹാരത്തിന്റെ ക്രമീകരണങ്ങളെല്ലാം ചെയ്യുന്നു. എന്നാൽ തന്റെ അടുക്കൽ വന്ന ദൂതന്മാരാണെന്ന് അബ്രഹാം അറിഞ്ഞിരുന്നില്ല. എബ്രായ ലേഖനത്തിൽ നാം അത് വായിക്കുന്നു. ചിലർ അറിയാതെ ദൂതന്മാരെ സൽക്കരിച്ചുവല്ലോ എന്ന് നാം വായിക്കുന്നു. എന്നാൽ അബ്രഹാം അവരെ ശുശ്രൂഷിച്ചു നിന്നു എന്ന് നാം ഉൽപ്പത്തി 18-ൽ വായിക്കുന്നു. അബ്രഹാമിന്റെ വീട്ടിൽ എലിയാസർ പോലെയുള്ള വിശ്വസ്തന്മാരായ അനേക ദാസന്മാരുണ്ട്. എന്നാൽ അവരെ ആരെയും അബ്രഹാം ഇവർക്ക് ശുശ്രൂഷ ചെയ്യാൻ വിളിച്ചില്ല. അബ്രഹാം തന്നെ അവർക്ക് ശുശ്രൂഷ ചെയ്തു. എന്നാൽ അവർ തൃപ്തരായ ശേഷം, അവരത് ഭക്ഷിച്ച് തൃപ്തരായ ശേഷം സാറായെ വിളിക്കുന്നു. ഒരാണ്ട് കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും, അപ്പോൾ നിന്റെ ഭാര്യ സാറയ്ക്ക് ഒരു മകൻ ഉണ്ടാകും എന്ന് പറഞ്ഞു. നീണ്ട 24 വർഷങ്ങളിലെ കാത്തിരിപ്പിന് ശേഷം ഇവിടെ ആ വാഗ്ദത്ത നിവർത്തിയുടെ സമയം ആയി. ഇതിനൊരു കാരണം, അബ്രഹാം അവരെ ശുശ്രൂഷിച്ചപ്പോൾ അവർ ആ ശുശ്രൂഷയിൽ തൃപ്തരായി. അബ്രഹാമിന് വേണമെങ്കിൽ തന്റെ ദാസന്മാരിൽ പ്രധാനിയായിരിക്കുന്ന എലിയാസറിനെയോ മറ്റാരെങ്കിലും ഒക്കെ ഇവരെ ശുശ്രൂഷിക്കാനാക്കാം. എന്നാൽ അബ്രഹാമിന്റെ ശുശ്രൂഷയിൽ അവർ തൃപ്തരായി കഴിഞ്ഞപ്പോൾ വാഗ്ദത്തം നിവർത്തിക്കാൻ പിന്നെ അധികം സമയം വേണ്ടി വന്നില്ല. നമ്മുടെ ആരാധനയിൽ ദൈവം പ്രസാദിച്ചാൽ, നാം ദൈവത്തിന് അർപ്പിക്കുന്ന ആരാധനയിൽ കർത്താവ് പ്രസാദിച്ചു കഴിയുമ്പോൾ
നമ്മുടെ വാഗ്ദത്ത നിവൃത്തി ഉടനെ നടന്നിരിക്കും. ആകയാൽ അവൻ നമ്മോടൊരു വാഗ്ദത്തം പറഞ്ഞാൽ അതിന് നിവർത്തിപ്പാൻ ഒരവധി വെച്ചിരിക്കുന്നു. അതിനായി കാത്തിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായ ഈ ദിവസത്തിനായി സ്തോത്രം. ഈ വചനങ്ങളുടെ എല്ലാവരെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.